നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ വളാഞ്ചേരി കോട്ടപ്പുറം മഹല്ല് ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് ടി.പി. അബൂബക്കർ ചടങ്ങിൽ അധ്യക്ഷനായി. 1907 സ്ഥാപിതമായ കോട്ടപ്പുറം മഹല്ല് ജുമാ മസ്ജിദ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി തുറന്നുകൊടുത്തു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മസ്ജിദുകൾ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല സമൂഹത്തിന് ആകമാനം മാതൃകയാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ പള്ളിയിൽ കയറി അവിടെ എത്തിക്കാപ്പിരിക്കുന്നു, എത്തിക്കാപ്പിന്റെ സുന്നത്തോടെ അവിടെ ഇരിക്കുന്നു, അവിടെ നമ്മൾ സമയം ചെലവഴിക്കുന്നു. ഇവിടെ ഖുർആൻ നിസ്കരിക്കുന്നതാവാം, അല്ലെങ്കിൽ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നതാവാം, ഒന്നുമില്ലെങ്കിൽ അവിടെ ഉണ്ടാതിരിക്കുന്നതായാലും മതി. അങ്ങനെയാണ് മസ്ജിദിലുള്ള ആ സഹവാസം, മസ്ജിദിന്റെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടുകൊണ്ടുള്ള ആ സഹവാസം നേരെ അർഷിലേക്കാണ് അത് പോകുന്നത്. അർഷി എന്ന് നമ്മൾ വേർക്കാൻ വെച്ചിട്ട് പോകാതെ നമ്മൾ പ്രോത്സാഹനം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ അർശിന്റെ സ്ഥാനം നമുക്കുണ്ട്. വെല്ലുമെല്ലാം നാശറയുടെ ദിനമാണ്. അതാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ തണൽ മാത്രമുള്ള ആ കഠോരമായ മനുഷ്യരെയും നിന്റെ തണൽ ഞങ്ങൾക്ക് നൽകണേ എന്ന് ഓരോരുത്തരും കയർന്നുകൊണ്ടിരിക്കും. ആ വലിയ തണലിലേക്കാണ് ഓരോ വിശ്വാസിയെയും പള്ളികൾ കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അതാണ് പള്ളി ആചാരമാണ്. മഹല്ല് പ്രസിഡന്റ് ടി.പി. അബൂബക്കർ അധ്യക്ഷനായി. സമസ്ത കേരള ജമഅത്തുൽ ഉലമ സംസ്ഥാന ഉപാധ്യക്ഷൻ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ നെല്ലായ ഉദ്ബോധനം നടത്തി. ആബിദ് ഹുസൈൻ തങ്ങൾ MLA, അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, അത്തിപ്പറ്റ അബ്ദുൽ വാഹിദ് മുസ്ലിയാർ, മഹല്ല് ജനറൽ സെക്രട്ടറി പി. ഹബീബ് റഹ്മാൻ, അബ്ദുറഹ്മാൻ, കുഞ്ഞി മുഹമ്മദ് ഫൈസി കാളിക്കാവ്, അൽ ഹാഫിള്, മുനി വാഫി, അഷ്റഫ് അമ്പൽത്തിങ്ങൽ, PT ഷഹനാസ് തുടങ്ങിയവർ സംസാരിച്ചു. 7 മണിക്ക് നടന്ന മതപ്രഭാഷണ വേദിയിൽ മുനീർ ഹുദവി വിളയിൽ, മമൂൻ ഹുദവി വണ്ടൂർ എന്നിവർ സംസാരിച്ചു. ശനിയാഴ്ച വൈകിട്ട് ഖലീൽ ഹുദവി കാസർഗോഡിന്റെ പ്രഭാഷണവും നടക്കും. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.